എൻ്റെ നാടിന് സമീപമായ മേലാറ്റൂരിൽ ഇന്ന് നടന്ന ഒരു സംഭവം അത് കേട്ടപ്പോൾ മനസ്സ് ഏറെ വേദനിച്ചു. ഒരമ്മ മക്കൾക്കായി ചോറ് വിളമ്പി വെക്കുന്നു. അതിന് പിന്നാലെ വീട്ടിൽ തർക്കം വരുന്നു. എന്തിനായിരുന്നു ആ തർക്കമെന്ന് വ്യക്തമല്ല. പക്ഷേ ആ കോപത്തിനിടയിൽ ആ വീട്ടിലെ ഒരു മകൻ സ്വന്തം അച്ഛനെയും തൻ്റെ സഹോദരനെയും കുത്തിപ്പരുക്കേൽപ്പിച്ചിരുന്നു. അതിനെ കുറ്റപ്പെടുത്താനല്ല, പക്ഷേ നമ്മളൊന്ന് ചിന്തിക്കേണ്ട സമയമായതുകൊണ്ടാണ് ഈ വീഡിയോ. അവസാനം വരെ കാണൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പണ്ട് വീടുകളിൽ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. പക്ഷേ വീട്ടിലെ അംഗങ്ങൾക്കിടയിൽ മനസ്സുകളിൽ അകലം കുറവായിരുന്നു. ഇന്ന് സൗകര്യങ്ങൾ കൂടി, പക്ഷേ സമാധാനം കുറഞ്ഞു. മാതാപിതാക്കളോട് ക്ഷമ കുറഞ്ഞു. ചെറിയ കാര്യങ്ങൾക്കും വലിയ ദേഷ്യം വന്നു. കുടുംബത്തിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കൽ കുറഞ്ഞുപോയി. മൊബൈൽ അഡിക്ഷനായി. റെസ്പെക്റ്റ് കുറഞ്ഞുപോയി. ഇതെല്ലാം ഇന്ന് പല യുവാക്കളും ഉള്ളിൽ വലിയ സമ്മർദ്ദം കൊണ്ടാണ് ജീവിക്കുന്നത്. ലഹരി, അൺഎംപ്ലോയ്മെൻറ്റ്, സ്ട്രെസ്, കമ്പാരിസൺ ലൈഫ്, സോഷ്യൽ മീഡിയ പ്രഷർ, ഇൻസ്റ്റൻറ്റ് റിയാക്ഷൻ മൈൻഡ് സെറ്റ്. ഒരു നിമിഷത്തെ കോപം ജീവിതകാലം മുഴുവനും ഉള്ള വേദനയായി മാറാം. മുൻപ് വീടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ഇന്ന് ഓരോരുത്തരും ഓരോ സ്ക്രീനുകളുടെ മുന്നിലിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. ഉപ്പ പുറത്ത് കഷ്ടപ്പെടുന്നത് ആ വീടിനും മക്കൾക്കും വേണ്ടിയിട്ടാണ്. ഉമ്മ ഭക്ഷണം വിളമ്പുന്നത് സ്നേഹത്തോടെയാണ്. നമുക്ക് വീണ്ടും കുടുംബങ്ങളെ രക്ഷിക്കണം. വീട്ടിൽ സംസാരിക്കാൻ സമയം കണ്ടെത്തണം. കോപം വന്നാൽ മിണ്ടാതിരിക്കുക. പേരൻസിനെ റെസ്പെക്റ്റ് ചെയ്യുക. ലഹരിയിൽ നിന്ന് മാറുക. ഒരു കുടുംബം തകരുമ്പോൾ ഒരു വീടല്ല തകരുന്നത്, ഒരു തലമുറയാണ് വേദനിക്കുന്നത്. നമുക്ക് വീണ്ടും സ്നേഹത്തോടെ ജീവിക്കാം. കുടുംബം യുദ്ധഭൂമിയല്ല, സമാധാനത്തിൻ്റെ ഇടമാണ്. ഇന്ന് പല വീടുകളിലും ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന സമയം തന്നെ കുറയുകയാണ്. മുൻപ് ഭക്ഷണം കഴിക്കുമ്പോഴും രാത്രി സമയങ്ങളിലും കുടുംബം മുഴുവൻ ഒത്തുകൂടി സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോരുത്തരും ഓരോ മൊബൈലിലും സ്വന്തം ലോകത്തുമാണ്. അതുകൊണ്ട് മനസ്സിലുള്ള വിഷമങ്ങൾ ആരും പങ്കുവെക്കുന്നില്ല. ചെറിയ തെറ്റിദ്ധാരണകൾ വലിയ തർക്കങ്ങളാകുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻ കുറയുന്നു. സംസാരമില്ലാത്ത വീടുകളിൽ ദൂരമാണ് ആദ്യം വളരുന്നത്. മനസ്സുകൾ തമ്മിലുള്ള ദൂരമാണ് ആദ്യം വളരുന്നത്. കോപം നിയന്ത്രിക്കാനാകാത്ത അവസ്ഥ. ഇന്നത്തെ കാലത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും കുട്ടികൾക്കും മുതിർന്നവർക്കും ഭയങ്കര ദേഷ്യമാണ് വരുന്നത്. ക്ഷമയോടെ കേൾക്കുന്നതിനേക്കാൾ ഉടനെ പ്രതികരിക്കുന്ന ഒരു സ്വഭാവം ഇന്നത്തെ കാലത്ത് കൂടുതൽ കാണാം. ഇതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് മാനസിക സമ്മർദ്ദം മൂലമാവാം, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് മൂലമാകാം, ഉറക്കക്കുറവ് മൂലമാകാം, സ്ഥിരമായ ടെൻഷൻ, ഇമോഷൻ കൺട്രോൾ ചെയ്യാൻ കഴിയാത്തത്. ഇതെല്ലാം ഒരു നിമിഷത്തെ കോപം ഉണ്ടാക്കാൻ കാരണമായേക്കാം. കുടുംബ ബന്ധം തകർക്കാം. ഇതുമൂലം മറ്റുള്ളവരിൽ ഒരു നിമിഷത്തെ കോപം ഉണ്ടാകാം. കുടുംബ ബന്ധം തകർക്കാം. ഇതിലൂടെ ജീവിതം മുഴുവൻ കുറ്റബോധം നൽകാം. മാതാപിതാക്കളെ വേദനിപ്പിക്കാം. ലഹരി ഇന്ന് പല കുടുംബങ്ങളുടെയും സമാധാനം ഇല്ലാതാക്കുന്ന വലിയ കാരണങ്ങളിലൊന്നാണ്. അത് മദ്യമോ മയക്കുമരുന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദുഷ്പ്രവൃത്തികളോ ആകാം. ലഹരി കാരണം ചിന്താശേഷി കുറയുന്നു, കോപം കൂടുന്നു, ഉത്തരവാദിത്ത ബോധം നഷ്ടമാകുന്നു, വീട്ടിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ വരുന്നു. അവസാനം കുടുംബം മുഴുവൻ മാനസികമായി തകരുന്നു ഈ ഒരു ലഹരി കാരണം. മാതാപിതാക്കളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാത്തതാണ് ഒന്നാമത്തെ കാരണം. ഒരു അച്ഛൻ കുടുംബത്തിനായി ജീവിതം മുഴുവൻ കഷ്ടപ്പെടുന്നു. ഒരു ഉമ്മ സ്വന്തം മക്കൾ സന്തോഷത്തോടെ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചാണ് ഓരോ കാര്യവും ദിവസവും ചെയ്യുന്നത്. പക്ഷേ ചിലപ്പോൾ മക്കൾ വീട്ടു ചെലവുകൾ മനസ്സിലാക്കുന്നില്ല, മാതാപിതാക്കളുടെ മാനസികാവസ്ഥ കാണുന്നില്ല, ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഇത് കുടുംബത്തിൽ നിരാശയും വേദനയും ഉണ്ടാക്കുന്നു. കുടുംബ ബന്ധങ്ങളുടെ വില കുറയുന്നതും. ഇന്ന് ബന്ധങ്ങൾ പലപ്പോഴും ഈഗോയുടെയും ദേഷ്യത്തിൻ്റെയും മുന്നിൽ തോറ്റുപോകുന്നു. ഞാനാണ് ശരി എന്ന മനോഭാവം കൂടുമ്പോൾ കുടുംബത്തിൽ സമാധാനം ഒരിക്കലും ഉണ്ടാവില്ല. സമാധാനം നഷ്ടമാകുന്നു. വിട്ടുവീഴ്ച ഉണ്ടായിരുന്നു മുൻപ്, ബഹുമാനം ഉണ്ടായിരുന്നു മുൻപ്, ഒരുമിച്ച് നിൽക്കാനുള്ള മനസ്സുണ്ടായിരുന്നു. ഇന്നോ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ പ്രശ്നമാക്കുന്നു. ബന്ധങ്ങൾ പെട്ടെന്ന് അകന്നു പോകുന്നു. കുടുംബം എന്നത് ജയിക്കാനുള്ള സ്ഥലമല്ല, പരസ്പരം മനസ്സിലാക്കാനുള്ള ഇടമാണ്. അതുമാത്രമല്ല, രക്ഷിതാക്കളും ഒരു കാര്യം ശ്രദ്ധിക്കണം. മക്കളെ ഒരുപോലെ കാണേണ്ടത്. ഒരു കുടുംബത്തിൽ മാതാപിതാക്കളുടെ സ്നേഹവും ശ്രദ്ധയും വളരെ പ്രധാനമാണ്. മക്കളെല്ലാവരും ഒരുപോലെ ആണെന്ന് അവർക്ക് അനുഭവപ്പെടണം. ചിലപ്പോൾ ഒരു കുട്ടിക്ക് കൂടുതൽ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാം. അതിനാൽ മാതാപിതാക്കൾ അവനെ കൂടുതൽ സഹായിക്കുകയും കൂടുതൽ ശ്രദ്ധിക്കുകയും ചെയ്യും. അത് സ്വാഭാവികമാണ്. പക്ഷേ തുടർച്ചയായി ഇത് തന്നെ നടന്നു കഴിഞ്ഞാൽ ഒരാൾക്ക് മാത്രം കൂടുതൽ പരിഗണന കിട്ടുന്നു. മറ്റുള്ളവരുടെ വികാരങ്ങൾ അവഗണിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലായ്പ്പോഴും ഒരാളുടെ ഭാഗം മാത്രം നോക്കുന്ന രക്ഷിതാക്കൾ ഒന്നും മനസ്സിലാക്കുന്നില്ല. ഇതൊക്കെ സംഭവിക്കുമ്പോൾ മറ്റുള്ള മക്കളുടെ മനസ്സിൽ വിഷമം വളരാം. അവർ ചിന്തിക്കും, ഞങ്ങളെ സ്നേഹിക്കുന്നില്ലേ, ഞങ്ങൾക്ക് വിലയില്ലേ. അവിടെ നിന്നാണ് അസൂയ, അകലം, ദേഷ്യം, കുടുംബ തർക്കങ്ങൾ ഇതെല്ലാം തുടങ്ങുന്നത്. മാതാപിതാക്കൾ ചെയ്യേണ്ടത് എല്ലാ മക്കളെയും കേൾക്കുക, ഒരുപോലെ ബഹുമാനിക്കുക, സ്നേഹം ബാലൻസ് ചെയ്യുക. തെറ്റ് ചെയ്താൽ ആരായാലും അത് തിരുത്തുക. കാരണം ഒരു കുട്ടിയെ മാത്രം പിടിച്ചു നിർത്തുമ്പോൾ മറ്റു കുട്ടികളുടെ മനസ്സ് പതുക്കെ അകന്നു പോകാം. കുടുംബത്തിലെ സമാധാനം നിലനിൽക്കാൻ സ്നേഹവും ശ്രദ്ധയും നീതിപൂർവ്വം പങ്കിടണം. ഇങ്ങനെയുള്ള അക്രമങ്ങളും വഴക്കുകളും മുൻ കോപങ്ങളും ഒക്കെ തടയാൻ നമ്മൾക്ക് വീട്ടിൽ തന്നെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം.
സംസാരിക്കാൻ സമയം കണ്ടെത്തുക. കുടുംബവുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തുക. ദിവസം കുറച്ച് സമയമെങ്കിലും കുട്ടികളോടായി സംസാരിക്കുക. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുക. കേൾക്കപ്പെടുന്ന കുട്ടികൾ പലപ്പോഴും അക്രമത്തിലേക്ക് പോകാറില്ല എന്ന് മനസ്സിലാക്കാറുണ്ട്. മാതാപിതാക്കളുടെ വഴക്കുകൾ കുറയ്ക്കുക. വീട്ടിൽ സ്ഥിരമായി വഴക്കുണ്ടാകുമ്പോൾ കുട്ടികളുടെ മനസ്സിനെ അത് ബാധിക്കും. അവർക്ക് ദേഷ്യം കൂടാം, വീടിനോട് തന്നെ വെറുപ്പ് വരാം. ശാന്തമായ വീടുകളാണ് നല്ല മക്കളെ വളർത്തുന്നത്. ലഹരിയിൽ നിന്ന് മക്കളെ രക്ഷിക്കുക. സുഹൃത്ത് വലയങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ സുഹൃത്ത് വലയങ്ങളെ ശ്രദ്ധിക്കുക. രാത്രിയിലെ ഹാബിറ്റ്സ്, അവരുടെ രാത്രിയിലെ സ്വഭാവം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മൊബൈൽ ഓൺലൈൻ സ്വാധീനം ശ്രദ്ധിക്കുക. സ്നേഹത്തോടെ ശ്രദ്ധിക്കുക, ഭയപ്പെടുത്തിയല്ല. മക്കളെ താരതമ്യം ചെയ്യാതിരിക്കുക. അവനെപ്പോലെ ആകൂ, നിനക്കൊന്നും പറ്റില്ല. ഇത്തരം വാക്കുകൾ കുട്ടികളുടെ മനസ്സിനെ തകർക്കും. സ്നേഹവും നിയന്ത്രണവും ബാലൻസ് ചെയ്യുക. കുട്ടികളെ അമിതമായി സ്നേഹിക്കുന്നതും പ്രശ്നമാണ്. കുട്ടികളെ അതികഠിനമായി ഉപദ്രവിക്കുന്നതും ശിക്ഷിക്കുന്നതും പ്രശ്നമാണ്. മക്കൾക്ക് സ്നേഹവും ബഹുമാനവും ശരിയായ ഗൈഡൻസും വേണം. ദീൻ, ആത്മീയത കുടുംബത്തിൽ കൊണ്ടുവരിക. ഒരുമിച്ച് നമസ്കരിക്കുക, ഖുർആൻ കേൾക്കുക, ദുആ ചെയ്യുക. അള്ളാഹുവിനെ ഓർക്കുന്ന വീടുകളിൽ സമാധാനം കൂടുതലായിരിക്കും. ഒരു കുടുംബം തകരുമ്പോൾ അതൊരു വീടിൻ്റെ മാത്രം പ്രശ്നമല്ല, അതൊരു സമൂഹത്തിൻ്റെ വേദനയാണ്. മക്കളെ മനസ്സിലാക്കൂ, മാതാപിതാക്കളെ ബഹുമാനിക്കൂ, കുടുംബത്തെ സംരക്ഷിക്കൂ. അള്ളാഹു നമ്മുടെ വീടുകൾക്ക് സമാധാനവും സ്നേഹവും നൽകട്ടെ. ആമീൻ.